പെണ്ണിന്റെ പിന്നാലെ നടന്നതിൽ പിണങ്ങല്ലേ നീ, കടക്കണ്ണാലെ എറിഞ്ഞതിൽ പിണങ്ങല്ലേ നീ. ഹായ് സുന്ദരി. ഓ മൈ ബേബി. വെള്ളത്തിൽ വീണേ ഒച്ചയായിട്ടല്ലോ. എങ്ങനെയാടാ പൂടെ പുഴയിലെത്തി? ഈ എന്തിനാ ഒറ്റ പുഴയിലേ വന്നേ? ഈ എന്താണോ ഒന്നും മിണ്ടാത്ത എന്താ? ഓ ഇതൊക്കെ എന്റെ ഒരു സ്വപ്നായിരുന്നു. പൂട്ട ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് പുഴയിൽ പോയി നോക്കിയാ. ഇനി ഒറ്റയ്ക്കൊന്നും പോയതിട്ടോ, മോൻ ചെറിയ കുട്ടിയല്ലേ. ഇതെന്താ രണ്ടാളോടെ നനഞ്ഞു വരുന്നേ? ഇത് കണ്ണപ്പാപ്പ പുഴയിൽ വീണപ്പോ ഞാൻ രക്ഷിച്ചു വരിക. അത് ശരിയാ. അല്ല അപ്പൊ എപ്പോഴാ നീന്താൻ പഠിച്ചേ? ഞാൻ നീന്തിയായി മസിലൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മസിൽ ഉണ്ടാക്കുമ്പേ ഞാൻ ഉണ്ടാവണമെന്നില്ല പുഴയില്. വാ എന്തായാലും വാ, ഡ്രസ് മാറ്റിത്തരാം. അപ്പുക്കുട്ടൻ കണ്ണനെ രക്ഷിക്കാൻ മാത്രമൊക്കെ ആയോ? നീന്താൻ പഠിച്ചു കഴിഞ്ഞാ മസിലുണ്ടാവോ? നീന്തല് പഠിച്ചിട്ട് തന്നെയുള്ളു കാര്യം. മുടിയൊക്കെ വെട്ടി ലുക്കായി കഴിഞ്ഞാ ബേബിക്ക് ചിലപ്പോ എന്നെ ഇഷ്ടായാലോ? അല്ലെങ്കിലേ ഞാൻ ലുക്കാണ്, എന്നാലും ഒന്ന് മുടി വെട്ടി വരാം. അല്ല അത് ബേബി അല്ലേ വരുന്നേ? ബേബി ഒന്ന് നിന്നേ. ആക്ച്വലി ഞാൻ അറിയാണ്ട് പിറകെ വന്നു പോവാ. സത്യം പറഞ്ഞാൽ യു ആർ സോ ഗോർജിയസ്, ഗുഡ് ലുക്കിംഗ്, സ്മാർട്ട്, ബ്യൂട്ടിഫുൾ, എലഗന്റ്. മതി നിർത്തിക്കോ. എവിടുന്നാ അതൊക്കെ പഠിച്ചു വരുന്നേ? ഇതൊക്കെ ഞാൻ എവിടുന്നാ പഠിച്ചതെന്ന് അറിയണ്ട്. പണ്ട് ട്രെൻഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതിലിങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്ത് സംഭവം? സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വൗ. അതിന് ഇത്ര ഷോ ഇറക്കണോ? ഇതൊക്കെ ഒരു ഷോ ആണോ? ഞാൻ പിച്ച വെച്ച് വരുന്നല്ലേ ഉള്ളൂ. ആദ്യം പിച്ച വെച്ച് നടന്ന് പഠിക്കും, എന്നിട്ടല്ലേ വലുതാവാൻ വേണ്ടി ഞാൻ നല്ലോണം പാല് പിടിക്കുന്നുണ്ട്. കൊണ്ടിട്ട് മോന്തിക്കൊന്ന് കൊടുക്കാൻ തോന്നുന്നുണ്ട്. ബേബി അതിങ്ങനെയൊന്നും തീരുന്ന് വിചാരിക്കണ്ട, ഞാൻ എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഞാൻ സ്ലോ മോഷനും BGM ഒക്കെ വന്നപ്പോ കാര്യം മറന്നുപോയി. ബൈ ദ ബൈ ബേബി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വണ്ടരക്കാരൻ വയ്യാല് വരുന്നുണ്ട്. മോളെ ആ ഫോൺ നമ്പർ ഒന്ന് തന്നിട്ട് പോവോ? നമ്പർ കിട്ടിയില്ല, എന്താ ബേബിനെ ഒന്ന് ഫോളോ ചെയ്യാ. ഓ വല്യമ്മന്റെ വീട്ടിലേക്കാണോ? ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ഈ വെക്കേഷൻ ഞാൻ പൊളിക്കും. വലതുകാൽ വെച്ച് തന്നെ അങ്ങോട്ട് കേറാ. വെക്കേഷൻ കഴിയാതിരുന്നാ മതി. വല്യമ്മ ഓ ചോട്ടാ ഇങ്ങോട്ടാണോ? ഞാൻ വരുന്ന എല്ലാ സ്ഥലത്തേക്കും ഒന്ന് വർക്കിക്കും. ഇവിടേക്ക് വന്ന കുറച്ച് സമാധാനം ഉണ്ടാവും വിചാരിച്ചു. അപ്പോഴും ഉണ്ടാവും പിന്നാലെ. മോനെ ഇങ്ങോട്ട് പോരി വാ. എന്റെ ലുക്കൊക്കെ കണ്ട് ബേബി എന്തായാലും വീണോ? എന്ത് പരിപാടി? അപ്പൊ കുട്ടേ ഇങ്ങോട്ട് പോരി, കുട്ടി അവിടെ നിന്ന് വീഴണ്ട. എവിടെ മുഖം എന്താ ഇങ്ങനെ എടുക്കുന്നത്? ഓ ഒന്നും അറിയില്ല. വല്ലാത്തൊരു ഇടങ്ങറിഞ്ഞ. ഓ പുതിയ സോഫ ഒക്കെ വാങ്ങിയണോ വല്യമ്മ? ആ പുതിയ സോഫയൊക്കെ വാങ്ങി. ഇരിക്കും, ഞാൻ വെള്ളം എടുത്തു തരാം. ആ പാറൂന് അറിയില്ലേ അപ്പുകുട്ടനെ? ഓക്കെ അറിയാനേ, ഞാൻ നാളൊന്നിപ്പോ കണ്ടില്ലേ. മക്കളിരിക്കും, ഞാൻ പോയി വെള്ളം എടുത്തു തരാം കേട്ടോ.